ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്ന എല്ലാ പൗരന്മാരെയും തിരിച്ചു വിളിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇന്ത്യ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സർക്കാർ തയ്യാറാണെന്നും ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. രേഖകളില്ലാത്ത 18,000 ഇന്ത്യൻ കുടിയേറ്റക്കാരെ നാട്ടിലേക്ക് തിരിച്ചയക്കുമെന്ന് അമേരിക്ക നേരത്തെ തന്നെ ഇന്ത്യയോട് അറിയിച്ചിരുന്നു. പഞ്ചാബ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് കുടിയേറ്റക്കാരിൽ ഭൂരിഭാഗവും. മറ്റു പല രാജ്യങ്ങളെയും പോലെ ട്രംപ് ഭരണകൂടത്തെ തൃപ്തിപ്പെടുത്താനും വ്യാപാര ഭീഷണികളുടെ ആഘാതം ഒഴിവാക്കാനുമാണ് ഇന്ത്യ ഇത്തരത്തിലൊരു നടപടിക്ക് ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട്. ജനുവരി 20 അമേരിക്കയുടെ 47ാമത്തെ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റതിനു തൊട്ടു പിന്നാലെ സ്വീകരിച്ച എക്സിക്യൂട്ടീവ് നടപടികളിൽ പലതും US-ലേക്കുള്ള അനധികൃത കുടിയേറ്റത്തെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ദേശീയ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, US മെക്സിക്കോ അതിർത്തിയിൽ സൈനികരെ അണിനിരത്തുക എന്നതും പ്രധാനപ്പെട്ട നയങ്ങളായി പരിഗണിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. 1.45 ദശലക്ഷം ആളുകളുടെ പേരുള്ള പട്ടികയാണ് US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പട്ടിക പ്രകാരം 18,000 ഇന്ത്യക്കാരാണ് രേഖകളില്ലാതെ US-ൽ കഴിയുന്നത്. എന്നാൽ കുടിയേറ്റക്കാരുടെ എണ്ണം ഇതിലും അധികമാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ട്രംപ് അധികാരമേറ്റ ഉടനെ തന്നെ സമവായത്തിനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് നാടുകടത്താനുള്ള നീക്കത്തെ പിന്തുണയ്ക്കുന്നതെന്നും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അനധികൃത കുടിയേറ്റത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ US-ഉമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന വിവരം ഇന്ത്യൻ സർക്കാർ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ ഇന്ത്യ US സഹകരണത്തിന്റെ ഭാഗമായി അനധികൃത കുടിയേറ്റം തടയുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 1000-ലധികം അനധികൃത ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. H-1B വിസ നിലനിർത്തുക എന്നതാണ് ഇന്ത്യൻ സർക്കാരിന്റെ മുൻഗണന. ടെക്നോളജി, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ വൈദഗ്ധ്യമുള്ള കുടിയേറ്റക്കാർക്കായിട്ടുള്ള വിസയാണിത്. 2023 നൽകിയ H-1B വിസകളിൽ 75% ഇന്ത്യക്കാരാണ്. ഇതിനെതിരെ റിപ്പബ്ലിക്കൻ പാർട്ടി രംഗത്ത് വന്നിരുന്നു. അമേരിക്കക്കാർക്ക് അവകാശപ്പെട്ട ജോലികൾ വിദേശികൾ ഏറ്റെടുക്കുന്നു എന്നതായിരുന്നു വിമർശനം. തുടക്കത്തിൽ ട്രംപും വിമർശനങ്ങളെ അംഗീകരിക്കുകയും വളരെ മോശമായ കാര്യമാണ് എന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ഈയിടെ തന്റെ സമീപനം മാറ്റി ട്രംപ് രംഗത്തെത്തിയിരുന്നു എന്നും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിദേശികൾക്ക് അവസരം നൽകുന്നത് മഹത്തായ പ്രവൃത്തിയാണ് എന്ന് ട്രംപ് വിശേഷിപ്പിച്ചിരുന്നെന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ നിന്നും ഏകദേശം 7,25,000 ആളുകൾ US-ൽ നിയമവിരുദ്ധമായി താമസിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇക്കഴിഞ്ഞ നവംബറിൽ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം 17,940 ഇന്ത്യക്കാരാണ് നാടുകടത്തൽ കാത്തിരിക്കുന്നത്. കൂടുതലും പഞ്ചാബ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് എന്നാണ് സൂചന. കണക്കുകൾ പ്രകാരം US മെക്സിക്കൻ കുടിയേറ്റക്കാരാണ് ഏറ്റവും അധികമുള്ളത്. രണ്ടാമത് എൽ സാൽവഡോറും മൂന്നാമത് ഇന്ത്യയുമാണ്. രേഖകളില്ലാതെ രാജ്യത്ത് കഴിയുന്ന 100ഓളം ഇന്ത്യക്കാരെ കഴിഞ്ഞ ഒക്ടോബറിൽ അമേരിക്ക തിരിച്ചയച്ചു. 2023-2024 സാമ്പത്തിക വർഷത്തിൽ മാത്രം 1,100ഓളം ഇന്ത്യക്കാരെയാണ് US തിരികെ അയച്ചത്. ഇന്ത്യൻ സർക്കാരിന്റെ സഹകരണത്തോടുകൂടി തന്നെയായിരുന്നു നടപടി. എന്നാൽ നാടുകടത്തലിന് ഇന്ത്യ വേണ്ടത്ര പിന്തുണ നൽകുന്നില്ല എന്നാണ് US-ന്റെ മുന്നോട്ടുള്ള പരാതി. പലതവണയും പ്രഖ്യാപിച്ച നാടുകടത്തൽ പദ്ധതികൾ നീണ്ടുപോകുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഇത് തന്നെയുമല്ല, ഇന്ത്യ മാത്രമല്ല പല രാജ്യങ്ങളും US-ന്റെ നാടുകടത്തൽ നടപടിയോട് സഹകരിക്കുന്നില്ല എന്നതാണ് ICE പറയുന്നത്. ഇത്തരം രാജ്യങ്ങളുടെ പട്ടികയും US തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്ത്യക്ക് പുറമെ ഭൂട്ടാൻ, ക്യൂബ, മ്യാൻമാർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, എറിത്രിയ, ഹോങ്കോങ്, ഇറാൻ, ലാവോസ്, ചൈന, പാകിസ്ഥാൻ, റഷ്യ, സൊമാലിയ, വെനസ്വേല തുടങ്ങിയ 14ഓളം രാജ്യങ്ങൾ ഈ പട്ടികയിൽ ഇടം പിടിക്കുന്നു. ഇന്നലെയാണ് ലോക നേതാക്കളെയും ആയിരക്കണക്കിന് ജനങ്ങളെയും സാക്ഷിയാക്കി ഡൊണാൾഡ് ട്രംപ് 47ാമത്തെ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നത്. എന്നാൽ പ്രസിഡന്റ് കസേരയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഒറ്റ രാത്രി കൊണ്ടുണ്ടാക്കിയ പണം കേട്ടാൽ ലോകം തന്നെ ഞെട്ടിപ്പോകും. ഒന്നും രണ്ടുമല്ല, 60,000 കോടി രൂപയാണ് ബിസിനസ്സുകാരൻ കൂടിയായ ട്രംപ് തന്റെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചത് എന്നാണ് വാർത്ത. ട്രംപ് കോയിനിലൂടെയാണ് ഒറ്റ ദിവസം കൊണ്ട് ഡൊണാൾഡ് ട്രംപ് അമ്പരപ്പിക്കുന്ന ആസ്തി വർധന നേടിയത്. വെള്ളിയാഴ്ചയാണ് ട്രംപ് എന്ന പേരിൽ മീം കോയിൻ പുറത്തിറക്കിയത്. അദ്ദേഹത്തിന്റെ പത്നി മെലാനിയ ട്രംപും
ഡോളർ എന്ന ഒരു ചിഹ്നം കൊടുത്തിട്ട് മെലാനിയ എന്ന പേരിൽ മീം നാണയം പുറത്തിറക്കിയിരുന്നു. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നിന്ന് പുതിയ ഡിജിറ്റൽ കറൻസിയുടെ വിശദാംശങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാണ് ട്രംപ് കോയിന്റെ മൂല്യം $36 ഉയർന്നത്. ജനുവരി 19-ാം തീയതി 718 കോടി രൂപയോളം വിപണി മൂല്യമായിരുന്നു കമ്പനിക്ക് ഉണ്ടായിരുന്നത്. 1000% ടോക്കണിന്റെ മൂല്യം കുതിച്ചു കയറിയത്. ട്രംപും അദ്ദേഹത്തിന്റെ മക്കളായ എറിക്കും ഡൊണാൾഡ് ജൂനിയറും ചേർന്നിട്ടാണ് 2024 സെപ്റ്റംബറിൽ ഡിജിറ്റൽ അസറ്റ് പ്ലാറ്റ്ഫോമായ ലിബർട്ടി ഫിനാൻഷ്യൽ രൂപീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ട്രംപ് കോയിൻ വികസിപ്പിച്ചെടുത്തത്. ട്രംപിന് മാത്രമല്ല കുടുംബങ്ങൾക്കും കോടിക്കണക്കിന് രൂപയുടെ ലാഭവിഹിതം കിട്ടിയിട്ടുണ്ട് ഇതിന്റെ പേരിൽ. ട്രംപിന്റെ അനുബന്ധ ബിസിനസ്സുകളും മികച്ച നേട്ടമുണ്ടാക്കി. നിലവിൽ ഏകദേശം $700 കോടി നേട്ടം മറ്റു കമ്പനികൾ ഉണ്ടാക്കി. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഇന്ത്യൻ സമയം രാത്രി 10:30 ഡൊണാൾഡ് ട്രംപ് ക്യാപിറ്റോൾ മന്ദിരത്തില് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. ട്രംപിന് പുറമെ വൈസ് പ്രസിഡന്റായി ജെഡി വാൻസും സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസും ഒബാമയും ബുഷും ഒക്കെ അടക്കമുള്ള മുൻ പ്രസിഡന്റുമാർ, ലോക നേതാക്കൾ അടക്കമുള്ളവർ ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയാകാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അമേരിക്കൻ കോടതി കുറ്റവാളി എന്ന് വിധിച്ച ഒരാൾ പ്രസിഡന്റായി അധികാരമേൽക്കുന്നത് എന്ന് പറഞ്ഞ് എതിർകക്ഷികൾ കൂകി വിളിക്കുമ്പോഴും അമേരിക്കയെ ഏത് രൂപത്തിൽ കൊണ്ടുപോകണം എന്ന് ആ പ്രസിഡന്റ് കസേരയിൽ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ വ്യക്തമായ സ്കെച്ചും പ്ലാനും ഉണ്ടാക്കിയ ഒരു വ്യക്തി കൂടിയാണ് ശ്രീ ട്രംപ്. ട്രംപ് അധികാരത്തിൽ കയറിയതോടുകൂടി അടിമുടി എല്ലാ മേഖലയിലും മാറ്റങ്ങളാണ്. ഇപ്പോൾ US-ലെ വിദേശ പൗരന്മാർക്കും US-ൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും നികുതി നിരക്കുകൾ ഇരട്ടിയാക്കും എന്ന മുന്നറിയിപ്പുമായി ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. അമേരിക്കൻ കമ്പനികൾക്കെതിരെ വിദേശ രാജ്യങ്ങൾ വിവേചനം കാണിക്കുന്നു എന്ന് ആരോപിച്ചിട്ടാണ് ട്രംപ് നികുതി നിരക്കുകൾ ഇരട്ടിയാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആഗോളതലത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നവയാണ് ട്രംപിന്റെ നികുതി നീക്കങ്ങൾ. അമേരിക്കൻ കമ്പനികൾ വിദേശ രാജ്യങ്ങളിൽ ഉയർന്ന നികുതി നേരിടുന്നുണ്ടെങ്കിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ് ഇന്ന്. അമേരിക്കയിലെ വിദേശ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് നികുതി ചുമത്തും എന്നാണ് ട്രംപിന്റെ ഭീഷണി. US നികുതി നിയമപ്രകാരം വിദേശ രാജ്യങ്ങൾക്ക് US പൗരന്മാർക്കോ കമ്പനികൾക്കോ അധിക നികുതി ചുമത്തുന്നുണ്ടോ, കമ്പനികൾ വിവേചനം നേരിടുന്നുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കാൻ US ട്രഷറി സെക്രട്ടറിയോട് ട്രംപ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഉത്തരവ് ജനുവരി 20-ാം തീയതിയാണ് ഒപ്പിട്ടത്. അധികാരമേറ്റ ആദ്യ ദിവസം തന്നെ അദ്ദേഹം ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് US പിൻവാങ്ങുന്നതിനുള്ള നടപടിയാണ് ആദ്യം സ്വീകരിച്ചത്. അനധികൃത കുടിയേറ്റക്കാരുടെ കുട്ടികൾക്ക് അമേരിക്കയിൽ ജന്മാവകാശമായി കിട്ടുന്ന പൗരത്വം നീക്കം ചെയ്യുക, ഫെഡറൽ സ്ഥാപനങ്ങളിൽ മാറ്റം കൊണ്ടുവരിക തുടങ്ങിയ എക്സിക്യൂട്ടീവ് ഓർഡറുകളിലും അദ്ദേഹം ഒപ്പുവെച്ചിട്ടുണ്ട്. അടിമുടി മാറ്റും എന്ന തുടക്കം തന്നെ ട്രംപ് പ്രഖ്യാപിച്ചതാണ്. ആ പ്രഖ്യാപനങ്ങളെല്ലാം പ്രാവർത്തികമാക്കാൻ ഒരുങ്ങുക കൂടി ചെയ്യുകയാണ് ശ്രീ ട്രംപ്.